രാജ്യത്ത് കോവിഡ് കേസുകൾ 5000 കടന്നു. ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ള സംസ്ഥാനം കേരളമാണ്. 1679 കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ 500-ന് മുകളിലാണ്. ഒമിക്രോൺ വിഭാഗത്തിലെ ഒമിക്രോൺ JN.1 വകഭേദമായ LF7 ആണ് ഇപ്പോൾ വ്യാപിക്കുന്നത്. എന്നാൽ ഇത് ഭയപ്പെടേണ്ട വകഭേദമല്ലെങ്കിലും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടതുണ്ട്. ചൈന ഉൾപ്പെടെയുള്ള ഏഷ്യയിലെ പല രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിന് പിന്നിലും ഈ വകഭേദമാണ് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പ്രായം കൂടിയവരും പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ആസ്മ തുടങ്ങിയ രോഗങ്ങളുള്ളവരും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളാണ് മുഖ്യമായും കോവിഡ് വരുമ്പോൾ കണ്ടുവരുന്നത്. പനി, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടവേദന, പേശിവേദന, ക്ഷീണം, തലവേദന, ഓക്കാനം, വിശപ്പില്ലായ്മ എന്നിവയൊക്കെയും ഇതിന്റെ ലക്ഷണങ്ങളായേക്കാം. മഴക്കാലത്ത് സാധാരണയായി ജലദോഷപ്പനികളും വ്യാപിക്കുന്ന സമയമാണ്. ജലദോഷപ്പനികളിലും ഈ സമാന ലക്ഷണങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നത്. അതിനാൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ സ്വയം ചികിത്സ ചെയ്യാതെ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. രാജ്യത്തിപ്പോൾ കോവിഡ് 5000-ന് മുകളിൽ കടന്നിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 498 പേർക്കാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. 4 കോവിഡ് മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രം 2 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിനിടെ കേരളത്തിൽ 192 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളോട് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. രോഗമുള്ളവർ ആൾക്കൂട്ടം ഒഴിവാക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രോഗവ്യാപനം തടയുന്നതിനായി ജനങ്ങൾ ശുചിത്വം പാലിക്കേണ്ടതുണ്ട്. കൂടാതെ പരിശോധന കൂട്ടാനും നിർദ്ദേശമുണ്ട്. ശ്വാസകോശ രോഗം ബാധിച്ച എല്ലാവരെയും പകർച്ചപ്പനി പോലുള്ള രോഗമുള്ളവരിൽ 5% വരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കാനാണ് നിലവിലുള്ള നിർദ്ദേശം. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനം ഗുജറാത്താണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ കൂടുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. മഴക്കാലമായതിനാൽ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതിനാൽ അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതുമാണ്. ഈ സാഹചര്യത്തിൽ സ്വയം ചികിത്സ ചെയ്യുന്നത് ഉത്തമമായ ഒന്നല്ല. അതിനാൽ എല്ലാവരും തന്നെ ജാഗ്രതയോടെ നീങ്ങുക.